വത്തിക്കാനിൽ നിന്നും ജോസ്മോൻ കമ്മട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഇന്നലെ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചാപ്പൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ലളിതമായ ശവമഞ്ചത്തിലേക്ക് നീക്കുകയും പ്രാർത്ഥനകൾ അവിടെ തുടരുന്നു. നാളെ രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീക്ഷിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നടന്ന കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനമെടുത്തനുസരിച്ച് നാളെ പൊതു ദർശനം 26-ാം തീയതി ശനിയാഴ്ച 10 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഖസംസ്കാരം ഇവിടുന്ന് 4 കിലോമീറ്ററോളം ദൂരമുള്ള മരിയ മജോറെ ബസിലിക്കയിൽ വെച്ച് നടക്കുന്നതാണ്. ഏറ്റവും ലളിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ ഏറ്റവും ലളിതമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വത്തിക്കാനിൽ ഇപ്പോഴും 10,000-കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി. വത്തിക്കാനിൽ നിന്നും ജോസ്മോൻ കമ്മട്ടിൽ.